നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് DLED 3ാം സെമസ്റ്ററിലെ മലയാളത്തിന്റെ അവസാനത്തെ യൂണിറ്റുമായിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3ാം സെമസ്റ്ററത്തെ മലയാളം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഏത് വിഷയമാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു സെമസ്റ്ററിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. 3ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഭാഷയും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിപ്പോവാം. വിവരവിനിമയ സാങ്കേതിക വിദ്യ അനുദിനം വളർന്ന് ശക്തി പ്രാപിക്കുകയാണ്. നമുക്കറിയാം, IT ബേസ്ഡ് ആയിട്ടാണ് ഇന്ന് ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നത്. ഭാഷയുടെ വളർച്ചയിലും ഈ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ചെറുതല്ല. ക്ലാസ് റൂമുകളിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ശക്തി പകരുന്നതും സാങ്കേതിക വിദ്യ തന്നെ. നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറിയതിനനുസരിച്ച് ആ ക്ലാസ് മുറികളിലെ പഠനവും ഹൈടെക് ആകേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് മുറികൾ ഹൈടെക് ആയി, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് മുറികളിലെ പഠനവും എന്താവണം? ഹൈടെക് ആവേണ്ടതുണ്ട്. അതിനാവശ്യമായ സാങ്കേതിക വിദ്യ ആർജിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടതും അധ്യാപകന്റെ കടമയായിട്ട് മാറുന്നുണ്ട്. ഹൈടെക് ക്ലാസ് റൂം കൈകാര്യം ചെയ്യുന്നതിനും അതിലൂടെ പാഠ്യപദ്ധതി വിനിമയത്തിന് സഹായകമായിട്ടുള്ള ഈ വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും പങ്കുവയ്ക്കുന്നതിനും ധാരണ നേടുക, നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പാഠ്യപദ്ധതി വിനിമയത്തിന് പ്രയോജനപ്പെടുത്തുക, നവമാധ്യമങ്ങളുടെ സഹായത്തോടെ അവനവൻ പ്രസാധകനാവുക തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാഷയും സാങ്കേതിക വിദ്യയും എന്ന ഈ യൂണിറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ ഹൈടെക് ക്ലാസ് റൂം കൈകാര്യം ചെയ്യുന്നതിനും അതിലൂടെ പാഠ്യപദ്ധതി വിനിമയത്തിന് സഹായകമായിട്ടുള്ള ഈ വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും അവ പങ്കുവയ്ക്കുന്നതിനും നമ്മൾ ധാരണ നേടും. നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പാഠ്യപദ്ധതി വിനിമയത്തിന് പ്രയോജനപ്പെടുത്തുക, നവമാധ്യമങ്ങളുടെ സഹായത്തോടെ അവനവൻ പ്രസാധകനാവുക തുടങ്ങിയ പഠന നേട്ടങ്ങളൊക്കെ കൈവരിക്കുക എന്നതാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമ്മുടെ ലക്ഷ്യം. ഒപ്പം ഭാഷ കടന്നുവന്ന വഴിയും നമ്മൾ മനസ്സിലാക്കണം. ലിപിയുടെ ആവശ്യകത, പ്രാധാന്യം, ലിപി വിന്യാസത്തിൽ വന്ന മാറ്റം, ലിപി പരിഷ്കരണത്തിന്റെ ആവശ്യകത, അക്ഷരം എഴുതുന്ന രീതി, കൂട്ടക്ഷരങ്ങൾ രൂപപ്പെടുന്നതെങ്ങനെ എന്നിവയിലും ധാരണ നേടാം. ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഈ ലിപിയുടെ ആവശ്യകത, അതിന്റെ പ്രാധാന്യം, ഈ ഒരു ലിപി വിന്യാസത്തിൽ വന്നിട്ടുള്ള മാറ്റം, ലിപി പരിഷ്കരണത്തിന്റെ ആവശ്യകത എന്ത്, അക്ഷരങ്ങൾ എഴുതുന്ന രീതി എങ്ങനെയാണ്, കൂട്ടക്ഷരങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നിവയിലൊക്കെ നമ്മൾ ധാരണ നേടണം. ബ്ലോഗ് നിർമ്മാണം, ആനിമേഷൻ, ലേഔട്ട്, പ്രസന്റേഷൻ തയ്യാറാക്കുന്നതിലെ സൂക്ഷ്മത മുതലായവയിൽ പ്രായോഗിക പരിജ്ഞാനവും നമ്മൾ നേടേണ്ടതുണ്ട്. DLED 1ാം സെമസ്റ്ററിലും 2ാം സെമസ്റ്ററിലും വിവരവിനിമയ സാങ്കേതിക വിദ്യ പഠിച്ച ഭാഗങ്ങളുടെ പ്രയോഗവൽക്കരണം കൂടി ഈ യൂണിറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. 107, 207 പേപ്പറുകളിൽ ധാരണ നേടിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഭാഷയ്ക്കും അതിലൂടെ വിനിമയത്തിനും എങ്ങനെ സാധ്യമാക്കിയെടുക്കാം എന്നതാവട്ടെ ഈ യൂണിറ്റിന്റെ പ്രാധാന്യം എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. ലിപി പരിണാമത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷാ വിജ്ഞാനീയത്തിൽ സംഭാഷണ ഭാഷ എന്നാണ് അർത്ഥം. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഷാ വിജ്ഞാനീയത്തിൽ പറയുന്നത് അത് സംഭാഷണ ഭാഷ എന്നുള്ളതാണ്. എഴുതാനുള്ള ശ്രമം ആരംഭിച്ചതോടെ ലിഖിത ഭാഷ കൂടി നിലവിൽ വന്നിട്ടുണ്ട്. ഈ ലിഖിത ഭാഷയ്ക്ക് അടിസ്ഥാനം ചിത്രമോ ചിത്രത്തിൽ നിന്ന് ഉടലെടുത്ത ചിത്രലിപിയോ ആണ്. അപ്പൊ ഈ ഒരു നമ്മുടെ ലിഖിത ഭാഷയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് വിവിധ ചിത്രങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള ലിപിയോ ആയിരിക്കും. ചിത്രം ഉപയോഗക്ഷമമായി തീരുമ്പോൾ അതിനെ ലിപി എന്ന് വിളിക്കുന്നു. ഒരു ചിത്രം ഉപയോഗക്ഷമമായി തീരുമ്പോഴാണ് നമ്മൾ അതിനെ ലിപി എന്ന് വിളിക്കുക. ആദ്യകാലത്ത് ചിത്രലിപി അത് പ്രതിനിധാനം ചെയ്തിരുന്ന വസ്തുവിനെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ആദ്യത്തെ കാലത്ത് ഒരു ചിത്രലിപി അതെന്താണോ പ്രതിനിധാനം ചെയ്തത് ആ ഒരു വസ്തുവിനെയാണ് സൂചിപ്പിച്ചിരുന്നത്.
ചിത്രലിപിയിൽ നിന്നും എഴുത്തിലേക്കുള്ള പുരോഗതി ക്രമാനുഗതമായിരുന്നു. ഈ ഒരു ചിത്രലിപിയിൽ നിന്നും എഴുത്തിലേക്കുള്ള പുരോഗതി ക്രമാനുഗതമായിരുന്നു. വരമൊഴി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണെങ്കിലും മാനവ ചരിത്രത്തിന്റെ ആധുനിക ഘട്ടത്തിൽ മാത്രമാണ് അവൻ എഴുതാനുള്ള കഴിവ് വന്നത്. ഈ വരമൊഴി എന്നുള്ളത് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. എന്നാൽ കൂടിയും ഈ ഒരു നമ്മുടെ മനുഷ്യന്റെ ചരിത്രത്തിലെ ആധുനിക ഘട്ടത്തിൽ മാത്രമാണ് ഒരു മനുഷ്യന് എഴുതാനുള്ള കഴിവ് വന്നിട്ടുള്ളത്. ആദിമകാലങ്ങളിൽ ആശയവിനിമയത്തിന് ജനങ്ങൾ ചിത്രങ്ങളെയാണ് അവലംബിച്ചിരുന്നത്. അപ്പൊ ആദിമകാലങ്ങളിൽ മനുഷ്യർ ആശയവിനിമയം നടത്തിയിരുന്നത് പ്രധാനമായിട്ടും ചിത്രങ്ങളിലൂടെ ആയിരുന്നു. അർത്ഥ സംവേദനക്ഷമങ്ങളും സംക്ഷിപ്തങ്ങളുമായ ചിഹ്നങ്ങളാലും സംജ്ഞകളാലും വസ്തുക്കളെയും സംഭവങ്ങളെയും പ്രദർശിപ്പിക്കുവാനും പ്രതിനിധാനം ചെയ്യുവാനുമുള്ള കരുത്ത് മനുഷ്യന് സാവധാനത്തിൽ മാത്രമേ കൈവന്നിട്ടുള്ളൂ. അപ്പോ നമ്മള് ഈ ഒരു അർത്ഥ സംവേദന ക്ഷമങ്ങളും സംക്ഷിപ്തങ്ങളുമായ ചിഹ്നങ്ങൾ കൊണ്ട് ഒരു വസ്തുക്കളെയും സംഭവങ്ങളെയും പ്രദർശിപ്പിക്കുവാനും അതിനെയൊക്കെ പ്രതിനിധീകരിക്കുവാനും ചെയ്യുവാനുള്ള കരുത്ത് മനുഷ്യന് വളരെ സാവധാനത്തിലാണ് കൈവന്നിട്ടുണ്ടായിരുന്നത്. മനുഷ്യന്റെ ദീർഘകാലത്തെ ഉദ്യമങ്ങളുടെ ഫലമായിട്ട് ഉച്ചാരണാനുസൃതങ്ങളായ സംജ്ഞകൾ ക്രമേണ രൂപം കൊണ്ടിട്ടുണ്ട്. ഓരോ ഘടകത്തെയും നിർദ്ദിഷ്ട ചിഹ്നങ്ങൾ ഉപയോഗിച്ച് രേഖകളായി എഴുതാൻ കഴിഞ്ഞപ്പോൾ വാമൊഴിയും വരമൊഴിയും തമ്മിൽ ശാസ്ത്രീയമായി ബന്ധപ്പെട്ടു. അപ്പൊ നമ്മുടെ ഓരോ ഘടകത്തെയും നിർദ്ദിഷ്ടമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ച് രേഖകളാക്കി എഴുതാൻ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വാമൊഴിയും വരമൊഴിയും തമ്മിൽ ശാസ്ത്രീയമായിട്ട് ഉള്ള ഒരു ബന്ധം ഉണ്ടായിട്ടുള്ളത്. ശബ്ദങ്ങളുടെ രേഖാവിഷ്കരണം സാധ്യമായതോടെ വരമൊഴി അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ലിപി വളർച്ചയെ താഴെ നൽകിയിരിക്കുന്ന തരത്തില് ചിത്രീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിത്രീകരണം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും പിന്നീട് കേരളത്തിലുമുണ്ടായ ഏതാനും ലിപികൾ ഒന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഹാരപ്പയിലും മോഹൻജദാരോയിലുമുള്ള മുദ്രകളിൽ കാണുന്ന സിന്ധു ലിപിയാണ് പ്രാചീന ബ്രാഹ്മി ലിപികളായി രൂപം കൊണ്ടത്. അപ്പൊ ബ്രാഹ്മി ലിപിയെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇത് ഹാരപ്പയിലും മോഹൻജദാരോയിലുമുള്ള മുദ്രകളിൽ കാണപ്പെടുന്ന സിന്ധു ലിപിയാണ് ഈ ഒരു പ്രാചീന ബ്രാഹ്മി ലിപിയായിട്ട് രൂപം കൊണ്ടത്. ബ്രാഹ്മി എഴുതുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്, ഇടതുവശത്തു നിന്നും വലത്തോട്ടാണ്. നമ്മളിപ്പോൾ മലയാളം എഴുതും പോലെ ആണ് ഈ ബ്രാഹ്മി ലിപി എഴുതുക. ഈ ലിപി സമുദായം BC 4-ാം ശതകത്തിന്റെ ഉത്തരാർദ്ധത്തിലാണ് നിലവിൽ വന്നത്. ഇനി തമിഴ് ബ്രാഹ്മി അഥവാ തെക്കൻ ബ്രാഹ്മിയാണ് അടുത്തത്. BC 2-ാം നൂറ്റാണ്ടിനും AD 5-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇത് രൂപപ്പെട്ടത് എന്ന് പറയുന്നു. പ്രാകൃതവും തമിഴും കൂടിക്കലർന്നതാണ് ഈ ഒരു തമിഴ് ബ്രാഹ്മിയിലെ ഭാഷ എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. വട്ടെഴുത്ത് ഗ്രന്ഥം തമിഴ്. തെക്കേ ഇന്ത്യയിലും ഇന്ത്യയിൽ നിന്നും കിട്ടിയ പുരാതന ലിഖിതങ്ങളിൽ വട്ടെഴുത്ത് ഗ്രന്ഥം തമിഴ് എന്നീ 3 തരം ലിപികൾ കാണപ്പെടുന്നു. അപ്പൊ തെക്കേ ഇന്ത്യയിൽ നിന്നും കിട്ടിയിട്ടുള്ള പുരാതന ലിഖിതങ്ങളില് വട്ടെഴുത്ത് ഗ്രന്ഥം തമിഴ് എന്നീ 3 തരം ലിപികളാണ് കാണുന്നത്. വട്ടെഴുത്തിന് തെക്കൻ മലയാളം എന്നും പറയാറുണ്ട്. വട്ടെഴുത്തിന് തെക്കൻ മലയാളം എന്നും നമ്മൾ പറയാറുണ്ട്. ഏറ്റവും പ്രാചീനമായ വട്ടെഴുത്ത് രേഖകൾ AD 8-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ഉണ്ടായത്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള വട്ടെഴുത്ത് രേഖകൾ AD 8-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ഉണ്ടായത് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഒരു വട്ടെഴുത്തിന്റെ മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് എല്ലാവരും നോക്കുക. ഇനി അടുത്തതായിട്ട് കോലെഴുത്താണ്. വട്ടെഴുത്തിന്റെ ഒരു വകഭേദമാണ് കോലെഴുത്ത്. വട്ടെഴുത്തിന്റെ മറ്റൊരു വകഭേദമാണ് ഇത് കോലെഴുത്ത് എന്ന് പറയുന്നത്. വട്ടെഴുത്ത്, ഗ്രന്ഥാക്ഷരം, തമിഴ് എന്നീ ലിപികൾ ഉള്ളവയാണ് കോലെഴുത്ത്. ഇപ്പൊ ഈ കോലെഴുത്തില് വട്ടെഴുത്ത്, ഗ്രന്ഥാക്ഷരം, തമിഴ് എന്നീ ലിപികളുണ്ട്. കോലെഴുത്തിന്റെ ആകൃതിക്ക് വട്ടെഴുത്തിൽ നിന്ന് വ്യത്യാസമില്ലെങ്കിലും സംവൃതോകാരത്തിനും ഏകാരത്തിനും ഒകാരത്തിനും പ്രത്യേക ചിഹ്നങ്ങൾ ഈ ഒരു കോലെഴുത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ
കോലെഴുത്തിന്റെ ആകൃതിക്ക് വട്ടെഴുത്തിൽ നിന്ന് വ്യത്യാസമില്ല. പക്ഷേ സംവൃതോകാരത്തിനും എകാരത്തിനും ഒകാരത്തിനും പ്രത്യേക ചിഹ്നങ്ങൾ കോലെഴുത്തിലുണ്ട് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. അടുത്തതായിട്ടുള്ളത് മലയാണ്മയാണ്. വട്ടെഴുത്തിൽ നിന്നും വികസിപ്പിച്ച മലയാണ്മ, അത് മലയാം തമിഴ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന ലിപി 1819 വരെ സർക്കാർ വക എഴുത്തുകൾക്കായി ഉപയോഗിച്ചിരുന്നു. ഈ മലയാണ്മ എന്ന് പറയുന്ന ലിപി 1819 വരെ സർക്കാർ വക എഴുത്തുകൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. ദ്രാവിഡാക്ഷരമാല. ദ്രാവിഡ ലിപികളുടെയും അക്ഷരങ്ങളുടെയും പ്രഭവം ബ്രാഹ്മി തന്നെയാണ്. അപ്പൊ ബ്രാഹ്മിയിൽ നിന്ന് തന്നെയാണ് എന്ത് തുടങ്ങുന്നത്? ഈ ദ്രാവിഡ ലിപികളും അക്ഷരങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. തെക്കെന്നും വടക്കെന്നും ഭേദമില്ലാതെ ഭാരതത്തിന്റെ ദേശീയ ലിപി എന്ന പദവി ബ്രഹ്മിക്കുണ്ടായിരുന്നു. ഈ ബ്രഹ്മിക്ക് തെക്കെന്നും വടക്കെന്നും ഭേദമില്ലാതെ തന്നെ ഒരു ഭാരതത്തിന്റെ ദേശീയ ലിപി എന്ന ഒരു പദവി ഉണ്ടായിരുന്നു. മലയാള ഭാഷ സ്വതന്ത്രമായതിനു ശേഷം ഉണ്ടായിരുന്ന അക്ഷരമാല ഇങ്ങനെയായിരുന്നു. സ്വരാക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ഇനി നമ്മളിവിടെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലിപി പരിഷ്കരണമാണ്. മിഷണറിമാരാണ് കേരളത്തിൽ അച്ചടി സമ്പ്രദായം തുടങ്ങിയത്. നമുക്കറിയാം, മിഷണറിമാരാണ് കേരളത്തിൽ അച്ചടി സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ലിപി പരിഷ്കരണവും മലയാള ലിപികളുടെ ആധിക്യം മിഷണറിമാരെ ഇതിന് പ്രേരിപ്പിച്ചു. അപ്പോൾ ലിപി പരിഷ്കരണവും അതേപോലെ തന്നെ മലയാള ലിപികളുടെ ആധിക്യം മിഷണറിമാരെ ഈ ഒരു ലിപി പരിഷ്കരണത്തിനു വേണ്ടി പ്രേരിപ്പിച്ചു. സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി അച്ചടിക്കാൻ 1128 തരം ലിപികൾ കൊത്തിയുണ്ടാക്കേണ്ടി വന്നു. അപ്പൊ ഈ സംക്ഷേപ വേദാർത്ഥം എന്നുള്ളത് ആദ്യമായിട്ട് അച്ചടിച്ചിട്ടുള്ള മലയാളം പുസ്തകമാണ്. ഇതിനു വേണ്ടിയിട്ട് 1128 തരം ലിപികൾ എന്ത് ചെയ്യേണ്ടി വന്നു? കൊത്തിയുണ്ടാക്കേണ്ടി വന്നു. മലയാളത്തിൽ 1, 2, 4 വർണ്ണങ്ങൾ ചേർത്ത കൂട്ടക്ഷരം പോലും ഒറ്റ ലിപിയിൽ എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. അതിന്റെ ഉദാഹരണമാണ് ഇഞ്ച, സ്റ്റി, സ്ത്രീ എന്നിവയൊക്കെ. 1829 ബെഞ്ചമിൻ ബെയ്ലി അച്ചടി സൗകര്യത്തിനായി ലിപി പരിഷ്കരണം വരുത്തി. അപ്പൊ 1829 ബെഞ്ചമിൻ ബെയ്ലി അച്ചടി സൗകര്യത്തിന് വേണ്ടി ലിപി പരിഷ്കരണം നടത്തിയത്. അങ്ങനെ ലിപി സംഖ്യ 500 കുറഞ്ഞു. ഈ എന്നിവയുടെ ഉപലിപികൾ ഈ ചിഹ്നങ്ങളായിട്ട് സ്വതന്ത്ര യൂണിറ്റുകളായി മാറ്റിയാണ് ഇത് സാധിച്ചത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. മലയാള ലിപി പരിഷ്കരിക്കാൻ വീണ്ടും യത്നങ്ങൾ നടന്നിട്ടുണ്ട്. 1967 അവസാനമാണ് സംസ്ഥാന ഗവൺമെന്റ് ലിപി പരിഷ്കരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത്. അപ്പൊ 1967 അവസാനമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ലിപി പരിഷ്കരണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത്. അതിനായി ഭാഷാ വിദഗ്ധരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇതിൽ മലയാളം അച്ചടിയുടെയും മലയാളം ടൈപ്പ് റൈറ്റിംഗിന്റെയും സമ്പ്രദായങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രത്യേകം പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുതിയ ലിപികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക പ്രയാസമായതിനാൽ നിലവിലുള്ള ലിപി സമ്പ്രദായം തന്നെ പരിഷ്കരിച്ച് ലഘൂകരിക്കാനാണ് ഈ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. വ്യഞ്ജനങ്ങളോട് സ്വരങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരങ്ങളുടെയും കൂട്ടക്ഷരങ്ങളുടെയും എണ്ണം കുറയ്ക്കുകയായിരുന്നു ഇതിനായിട്ടുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം. ലിപി പരിഷ്കരണ സമിതിയുടെ നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോവാം. ഉ, ഉ, ഉർ എന്നീ സ്വരങ്ങൾ വ്യഞ്ജനങ്ങളോട് ചേരുമ്പോൾ പ്രത്യേക ലിപികൾ തന്നെ രൂപമെടുക്കുമെന്ന ഇന്നത്തെ രീതിക്കു പകരം അവയ്ക്ക് പ്രത്യേക ചിഹ്നങ്ങൾ ഏർപ്പെടുത്തുക. അ, ആ, ഇ, ഈ, എ, ഐ, ഓ, ഔ എന്നീ സ്വരങ്ങൾക്ക് ഏത് വ്യഞ്ജനത്തോടും ചേർക്കാവുന്ന പ്രത്യേക ചിഹ്നങ്ങൾ ഉണ്ടെന്ന വസ്തുത ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഉ, ഉർ എന്നീ സ്വരങ്ങളുടെ കാര്യത്തിലും ആ സമ്പ്രദായം ഏർപ്പെടുത്തിയാൽ ഒട്ടധികം ലിപികൾ കുറയ്ക്കാൻ കഴിയും. ഇതിലേക്ക് ഉ എന്നതിന് ഉ എന്ന ചിഹ്നവും ഉ എന്നതിന് ഉ എന്ന ചിഹ്നവുമാണ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. ഋകാരത്തിന് ഇപ്പോൾ വ്യഞ്ജനത്തോട് ചേർന്നു വരുന്ന ചിഹ്നം തന്നെ വേർപ്പെടുത്തി കുറച്ചു വ്യത്യസ്തതയോടെ ഋ എന്ന ചിഹ്നമാക്കിയാൽ മതിയാവുമെന്ന് പറഞ്ഞു. ഇതിന്റെ ഉദാഹരണങ്ങളാണ് കൂക്കു, കൃ, തൂ, തൃ മുതലായവ.
രണ്ടാമത്തെ നിർദ്ദേശം മുമ്പിൽ രേഫം എന്ന് വെച്ചാൽ ചേരുന്ന കൂട്ടക്ഷരങ്ങൾ ഇപ്പോൾ രണ്ട് തരത്തിൽ എഴുതാറുണ്ട്. ആ മുകളിലൊരു വരയിട്ട് അർക്കൻ, പാർത്തലം, നേർച്ച. ആ മുകളിലൊരു വരയിട്ടാൽ ഇറ്. ഇതിൽ ആദ്യത്തെ രീതി, അതായത് മുകളില് ഈ ചിഹ്നം ഇടുന്ന രീതി ഉപേക്ഷിക്കാവുന്നതാണ്. അതിനു പകരം എല്ലായിടത്തും ഇറ് എന്ന ചില്ല് മുമ്പിൽ എഴുതുക എന്നു വ്യവസ്ഥ ചെയ്താൽ മതിയാകും. വാർത്ത, പാർക്കുക എന്നിങ്ങനെയൊക്കെ അതിൽ കൊടുക്കാം. ഭാഷയിലെ കൂട്ടക്ഷരങ്ങളിൽ ക, ങ്ക, ങ, ജ, ഞ, ട, ഢ, ണ, ത, ന്ത, ന, പ, ഭ, മ, യ, ല, വ എന്നിവ തനി മലയാള പദങ്ങളിൽ സാർവത്രികമായിട്ട് വരുന്നവയാണ്. ഇവ ഇപ്പോഴത്തെ പോലെ നിലനിർത്താമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കൂട്ടക്ഷരങ്ങൾ ഏറിയ പങ്കും സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളവയാണ്. അവയെ ചന്ദ്രക്കലയിട്ട് വേർതിരിച്ചും അല്ലാതെ ഒന്നിച്ചു ചേർത്തും എഴുതുന്ന രീതികൾ ഇപ്പോൾ നിലവിലുണ്ട്. പ്ലസ് ത എങ്ങനെയൊക്കെ എഴുതുന്നത്, ഇവയിൽ ചന്ദ്രക്കലയിട്ട് വേർതിരിച്ച് എഴുതുന്ന ആദ്യത്തെ രീതി മാത്രം നിലനിൽക്കുക എന്നതാണ് കമ്മിറ്റിയുടെ ശുപാർശ. അപ്പോ ഇതില് ചന്ദ്രക്കലയിട്ട് വേർതിരിച്ചെഴുതുന്ന രീതി മാത്രം നിലനിർത്തുക എന്നതായിരുന്നു കമ്മിറ്റിയുടെ ശുപാർശ. യ്, ര്, ല്, വ് എന്നീ മധ്യമങ്ങൾ ചേർന്നു വരുന്ന കൂട്ടക്ഷരങ്ങൾ ഇപ്പോൾ പല പ്രകാരത്തിൽ എഴുതുന്നുണ്ട്. യ്, വ് എന്നിവ ചേരുമ്പോൾ പ്രത്യേക ചിഹ്നങ്ങൾ കൊടുത്ത് വേർതിരിച്ചെഴുതുകയാണ് പതിവ്. കൃ, തൃ, ക്വ, ത്വ എന്നിങ്ങനെ ര് അഥവാ റ് എന്ന വ്യഞ്ജനം ചേരുന്ന കൂട്ടക്ഷരത്തിൽ ഈ ചിഹ്നം എന്ന പ്രത്യേകം ചിഹ്നം നൽകി പ്ര, ത്ര, ത്ര എന്നിങ്ങനെ എഴുതാമെന്ന് കമ്മിറ്റി എന്ത് ചെയ്തിരുന്നു, നിർദ്ദേശിച്ചിരുന്നു. ല് അഥവാ ള് ചേരുന്നിടത്ത് ചന്ദ്രക്കലയിട്ട് വേർതിരിച്ചോ ഇപ്പോഴത്തെ പോലെ പ്രത്യേക അക്ഷരമായോ എഴുതാമെന്ന് കമ്മിറ്റിയുടെ ശുപാർശ പറഞ്ഞിട്ടുണ്ട്. ഇനി ചില്ലുകൾ എന്ന് പറഞ്ഞാൽ ൊക്കെയാണ് ഇപ്പോഴത്തെ പോലെ നിലനിർത്താമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. എഴുതുന്നതിന് ഇപ്പോഴത്തെ ലിപി സമ്പ്രദായം തന്നെ തുടർന്ന് ടൈപ്പ് റൈറ്റിംഗിലും അച്ചടിയിലും പുതിയ സമ്പ്രദായം സ്വീകരിച്ചാൽ മതിയാകുമെന്നും കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ശുപാർശ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള 500-ലധികം ലിപികളിൽ ഭൂരിപക്ഷവും ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു നടപ്പാക്കുന്ന പക്ഷം കുറവ് ചെയ്യാവുന്നവയാണ്. അച്ചടിയിലും ടൈപ്പ് റൈറ്റിംഗിലും ലിപികളുടെ ആധിക്യം മൂലം ഇന്ന് അനുഭവപ്പെടുന്ന പ്രയാസം അപ്പോൾ ഗണ്യമായി കുറയുകയും ചെയ്യും. ഇന്നത്തെ ലിപി സമ്പ്രദായത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലാത്തതിനാൽ ആ സമ്പ്രദായത്തിൽ പരിചയിച്ചവർക്കും പുതിയ ലിപി സമ്പ്രദായം സ്വീകരിക്കുന്നതിന് പ്രയാസമുണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഈ നിർദ്ദേശങ്ങളിൽ ചിലതെങ്കിലും ഇന്ന് പല അച്ചടിശാലക്കാരും പത്രസ്ഥാപനങ്ങളും നടപ്പിൽ വരുത്തിയിട്ടുള്ളവയാണ്. മറ്റ് ചിലതൊക്കെ പരീക്ഷണ വിധേയമാക്കിയിട്ടുമുണ്ട്. വിഷയത്തിൽ താൽപ്പര്യമുള്ള പലരും പലതരത്തിൽ പരീക്ഷിച്ചു നോക്കുന്ന ലിപി പരിഷ്കരണം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്നതിനും ഈ ശുപാർശകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ലിപി പരിഷ്കരണ സമിതിയുടെ ശുപാർശകൾ അനുസരിച്ച് പല ലിപികൾക്കും സമുചിതമായ മുദ്രണ മാതൃകകൾ രൂപപ്പെടുത്തേണ്ടതാണ്. അച്ചടിയിലും ടൈപ്പ് റൈറ്റിംഗിലും ഇത്തരം മാതൃകകൾ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് ഇന്ന് സ്വീകരിച്ചു വരുന്നുണ്ട്. പരിഷ്കരിച്ച ലിപികൾക്ക് ഏകീകൃതമായ കമ്പോസിംഗ് കേസ് നടപ്പിൽ വരുത്തുന്നതിനാവശ്യമായ നടപടികളും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. മലയാളം ക്രമാനുഗതമായി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ. പല ഘട്ടങ്ങളിലായി നടപ്പിൽ വരുത്തുന്ന ഈ മാറ്റം പൂർത്തിയാവുമ്പോഴേക്ക് പുതിയ ലിപി സമ്പ്രദായത്തിന്റെ ഉപയോഗം സാർവത്രികമായി തീരേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഔദ്യോഗികമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാള ഭാഷയെ സുഗമമാം വിധം ഉപയോഗിക്കാൻ കഴിയും. അതിനാൽ പുതിയ ലിപികൾ നിത്യോപയോഗത്തിലായി തീർക്കാൻ ഭാഷാഭിമാനികൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അംഗീകരിച്ചിട്ടുള്ള പുതിയ ലിപി, അത് സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, ചില്ലുകൾ, കൂട്ടക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന്
വായിച്ചു നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രവർത്തനങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനം കൂടി ഒന്ന് നോക്കുക. അക്ഷരങ്ങൾ എഴുതേണ്ട രീതി എന്നുള്ളതാണ് അടുത്ത ഭാഗം. ഏറെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ് അക്ഷരങ്ങൾ എഴുതേണ്ട രീതി. അക്ഷരങ്ങൾ എഴുതേണ്ട രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ചിഹ്ന വ്യവസ്ഥയിലും എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അക്ഷരങ്ങൾ എന്നാൽ ഒരിക്കലും നാശം സംഭവിക്കുന്നത് എന്നാണ്. അക്ഷരത്തിന്റെ അർത്ഥം ഒരിക്കലും നാശം സംഭവിക്കാത്തത് എന്നാണ്. അതിനാൽ തന്നെ അക്ഷരത്തെ വളരെ പവിത്രതയോടെ കാണുകയും എഴുത്തിനെ ശാസ്ത്രീയമായി അഭ്യസിക്കുകയും വേണം. അല്പം ഉച്ചാരണം കൂടി ശ്രദ്ധിച്ചാൽ ഒരുവിധ തെറ്റും കൂടാതെ തന്നെ മലയാള ഭാഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ചിഹ്ന വ്യവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. മലയാളത്തിലെ അക്ഷരങ്ങൾ പൊതുവെ പ്രദക്ഷിണ രീതിയിൽ വിരലുകൾ ഇടത്തുനിന്ന് വലത്തോട്ട് തിരിച്ച് എഴുതേണ്ടവയാണ്. നമ്മുടെ മലയാളത്തിലെ അക്ഷരങ്ങൾ പൊതുവെ ഈ ഒരു പ്രദക്ഷിണ രീതിയിൽ വിരലുകൾ ഇടത്തുനിന്ന് വലത്തോട്ട് തിരിച്ച് എഴുതേണ്ടതാണ്. ഇതാണ് പൊതുവെ എഴുത്തിന്റെ രീതി. എന്നാൽ ഇംഗ്ലീഷ് നേരെ മറിച്ചാണ്. നമ്മുടെ ചിഹ്ന വ്യവസ്ഥയിൽ ചില അപാകതകൾ കടന്ന് കൂടിയിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ സ്വാധീനം കൊണ്ടാണ് എന്ന് അത് പറയപ്പെടുന്നു. അനുസ്വാരം ഢ വർഗത്തിലെ അധികരം കെട്ടുപുള്ളി വ്യഞ്ജനോട് ചേരുന്ന ഉകാര രേഫ ചിഹ്നങ്ങൾ എന്നിവയിലാണ് അപ്രദക്ഷിണ രീതി വന്നുപോയിട്ടുള്ളത്. അത് നമ്മൾ തിരുത്തപ്പെടേണ്ടതാണ്. ക, ധ, ധ, ല, ശ, ഴ എന്നിവ മുകളിൽ നിന്ന് എഴുതി തുടങ്ങുന്നതിനാൽ പ്രദക്ഷിണ രീതിയിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് പ്രദക്ഷിണ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അവയുടെ അപ്രദക്ഷിണ രീതി അനുവദനീയമാണ് എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. കെട്ടുപുള്ളി താഴെ നിന്ന് മുകളിലേക്കാണ് എഴുതി തുടങ്ങേണ്ടത് എന്ന വസ്തുത പലർക്കും അറിഞ്ഞുകൂടാ. ഈ കെട്ടുപുള്ളി എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത്. 100-150 കൊല്ലം മുമ്പ് വരെ ഇങ്ങനെയൊരു ചിഹ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ 100-150 കൊല്ലം വരെ ഈ കെട്ടുപുള്ളി എന്ന ഒരു ചിഹ്നം ഉണ്ടായിരുന്നില്ല. സംസ്കൃതത്തിൽ നികാര കൊരങ്ങൾക്ക് ഹ്രസ്വ ദീർഘഭേദം ഇല്ലാത്തതുകൊണ്ട് മലയാളത്തിലും അത് വേണ്ട എന്ന് വെച്ചതാവാം ചിലപ്പോൾ. സംസ്കൃത പണ്ഡിതന്മാരാണല്ലോ മലയാളത്തിലെ പ്രയോഗ വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത്. അന്നത്തെ കാലത്ത് സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു മലയാളത്തിലെ പ്രയോഗ വ്യവസ്ഥകൾ നിശ്ചയിച്ചിരുന്നത്. കെട്ടു, കൊട്ട എന്നിങ്ങനെ എഴുതിയാൽ സന്ദർഭമനുസരിച്ച് കേട്ടു, കോട്ട എന്ന് മനസ്സിലാക്കണം. ഈ അസൗകര്യം പരിഹരിക്കാനാണ് അന്നത്തെ ആളുകൾ പുള്ളിയുടെ ആദ്യത്തെ കെട്ടുപോലെ ഒന്ന് അവസാനത്തിലും കൊടുക്കാൻ തുടങ്ങിയത്. പിന്നീട് പ്രസ്സുകാരാണ് ടൈപ്പ് വാർക്കുമ്പോൾ സൗകര്യത്തിനു വേണ്ടി അത് കുത്തനെ ആക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ആ ചിഹ്നം എഴുതേണ്ട രീതി നമുക്ക് മനസ്സിലാവും. അതുപോലെ ഉകാര ചിഹ്നവും രേഫ ചിഹ്നവും പ്രദക്ഷിണ രീതിയിൽ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഭാഗമാണ്. നമുക്കൊന്ന് വായിച്ച് തന്നെ പോവാം. ഒന്നാം തരത്തിൽ തന്നെ ചില കൂട്ടക്ഷരങ്ങൾ കുട്ടി പരിചയപ്പെടാനിടയുള്ളതിനാൽ പ്രത്യേകിച്ച് ഷ, ന, ഇക്ക എന്നിവയ്ക്ക് ഉച്ചാരണപരമായ ചില സവിശേഷതകളുള്ളത് ഓരോ അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഷ എന്ന കൂട്ടക്ഷരത്തിൽ കകാരലിപി ഉണ്ടെങ്കിലും അതിന്റെ ധ്വനി അല്പം പോലുമില്ല. സാക്ഷി എന്ന പദം സാക്ഷി എന്നാക്കിയാൽ ഉച്ചാരണം തെറ്റിപ്പോവും. ആക്ഷൻ എന്ന ഇംഗ്ലീഷ് പദം മലയാള ലിപിയിൽ ആക്ഷൻ എന്ന് തന്നെ എഴുതണം. ആക്ഷൻ എന്ന് എഴുതിയാൽ ഉച്ചാരണം ശരിയാകില്ലല്ലോ. എന്നാൽ മലയാള പദങ്ങളിൽ ക്ഷ എന്ന കൂട്ടക്ഷരം ക്ഷ എന്ന് വേർതിരിച്ച് എഴുതാൻ വേണ്ടി പാടില്ല. ഈ സവിശേഷത മനസ്സിലാക്കിയതുകൊണ്ടാണ് പണ്ട് കുടിപ്പള്ളിക്കൂടങ്ങളിൽ അക്ഷരമാലയുടെ അവസാനം ക്ഷ കൂടി ചേർന്നിരുന്നത്. മ, ന എന്നീ കൂട്ടക്ഷരങ്ങൾ ഹ്മ, ഹ്ന എന്നു വേർതിരിച്ചാൽ ഉച്ചാരണ രീതി വ്യത്യസ്തമായി പോകും. ബ്രഹ്മം, സായാഹ്നം എന്നീ പദങ്ങൾ ബ്രഹ്മം, സായാഹ്നം എന്ന് വേർതിരിച്ചാൽ ഉച്ചാരണ രീതി മാറും.
അതുപോലെ റഹ്മാൻ, റഹ്ന തുടങ്ങിയ പദങ്ങൾ റഹ്മാൻ, റഹ്ന എന്ന് ചേർത്ത് എഴുതിയാലും എന്ത് ചെയ്യും? ഉച്ചാരണം തെറ്റും. ഈ ക എന്ന കൂട്ടക്ഷരം യാ മുകളിൽ എഴുതി ക താഴെയും എഴുതാവുന്നതാണ്. എങ്ങനെ എഴുതിയാലും ഉച്ചാരണം ക്യ എന്നാണ്. മറയ്ക്കുക എന്ന് എഴുതി ഉച്ചരിക്കുന്നത് മറയ്ക്കുക എന്നാണ്. എഴുതുമ്പോൾ യകാരം മുമ്പിൽ വരണം. മറയ്ക്കുക എന്ന് എഴുതുന്നത് എന്താണ്? ഒരു തെറ്റാണ്. ഇത് 5ാം ക്ലാസ്സിലെ മലയാളം ടീച്ചർ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഭാഷാ കമ്പ്യൂട്ടിംഗ്. ഭാഷയുടെ സാങ്കേതികത ഇത്രയും മനസ്സിലാക്കിയ ഒരാൾക്ക് ഭാഷാ കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളെ ഭാഷയുടെ സാങ്കേതിക മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഭാഷാ കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഭാഷാ കമ്പ്യൂട്ടിംഗ് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഭാഷയുടെ ഇത്തരം സാങ്കേതികത അറിഞ്ഞിരിക്കണം എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. നമ്മൾ ആദ്യമായിട്ട് മലയാളം കമ്പ്യൂട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. കമ്പ്യൂട്ടറുകളിൽ മലയാളം പ്രോസസ് ചെയ്യുന്നതിനെയാണ് മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ മലയാളത്തെ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സോഫ്റ്റ്വെയർ വികസന പ്രവർത്തനങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതുകൊണ്ട് വേണമെങ്കിൽ സൂചിപ്പിക്കാം. കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യൽ, മലയാളം പ്രദർശിപ്പിക്കൽ, മലയാള വാക്കുകൾ തിരഞ്ഞു കണ്ടുപിടിക്കൽ, അക്ഷരമാല ക്രമത്തിലാക്കൽ, മലയാളം സംസാരിച്ചാൽ അത് മനസ്സിലാക്കാൻ തുടങ്ങി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം മലയാളത്തിലും സാധ്യമാകുന്ന രീതിയിലാക്കുക എന്നതാണ് മലയാളം കമ്പ്യൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് എന്താണ് മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് ചോദിച്ചാല് നമുക്ക് ഈ മലയാളം കമ്പ്യൂട്ടിംഗ് മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സോഫ്റ്റ്വെയർ വികസന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാം. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും? കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യല്, മലയാളം പ്രദർശിപ്പിക്കല്, മലയാള വാക്കുകൾ തിരഞ്ഞു കണ്ടുപിടിക്കല്, അക്ഷരമാല ക്രമത്തിലാക്കല്, മലയാളം സംസാരിച്ചാൽ അത് മനസ്സിലാക്കൽ തുടങ്ങി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം മലയാളത്തിലും സാധ്യമാക്കുന്ന രീതിയിൽ എത്തുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു മലയാളം കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ കൂടുതൽ വിവരങ്ങൾ 107 വിവരവിനിമയ സാങ്കേതിക വിദ്യ സാധ്യതകളും പ്രയോഗവും യൂണിറ്റ് 2 നൽകിയിട്ടുണ്ട്. മലയാളം കമ്പ്യൂട്ടിംഗ് കീബോർഡിൽ മാതൃഭാഷ ക്രമീകരിക്കുന്ന വിധം, ഇൻസ്ക്രിപ്റ്റ് കീബോർഡിന്റെ മാതൃക തുടങ്ങിയ ശീർഷകങ്ങളിൽ ഉൾക്കൊള്ളിട്ടുള്ളവ പ്രയോജനപ്പെടുത്താൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സീറോ വിഡ്ത്ത് ജോയിനർ അഥവാ ZWJ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻസ്ക്രിപ്റ്റ് കീബോർഡിലെ ക്ലോസിംഗ് ബ്രാക്കറ്റ്, ആ കാണിച്ചിരിക്കുന്നതാണ് ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ സ്ഥാനത്ത് ZWJ ചില്ലുകൾ ഉണ്ടാക്കാനാണ് ZWJ കീ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻ എന്ന ചില്ലക്ഷരം ടൈപ്പ് ചെയ്യുന്നതിന് കീബോർഡിൽ N+D+ ആ ഒരു ചിഹ്നം എന്നിങ്ങനെ 3 കീകൾ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ ഈ എന്ന ചില്ല് ടൈപ്പ് ചെയ്യുന്നതിന് L+, ചന്ദ്രകല പ്ലസ് ആ ഒരു ചിഹ്നം എന്നീ 3 കീകൾ ആവശ്യമായി വരും. എടുബുണ്ടു 18.04 എന്ന പരിഷ്കരിച്ച പതിപ്പില് ചില്ലക്ഷരങ്ങൾക്ക് പ്രത്യേകമായിട്ട് കീ ഉണ്ട്. ഇനി സീറോ വിഡ്ത്ത് നോൺ ജോയിനറിൽ നോക്കാം. അടുത്തു വരുന്ന 2 അക്ഷരങ്ങൾ യോജിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ZWNJ കീ നമുക്ക് ഉപയോഗിക്കാം. ബാക്ക്വേർഡ് സ്ലാഷ് എന്ന കീ ആണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ എന്നെഴുതാൻ സോഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഒരു സ്ലാഷ് ഇട്ടിട്ട് സ്ലാഷ് എന്ന കീ നമ്മൾ ചെയ്തില്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നായിട്ട് അത് മാറും. അത് മലയാള ഭാഷ ടൈപ്പിങ്ങിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഉബുണ്ടുവിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്.
ഇനി നമുക്ക് നവമാധ്യമങ്ങളും ഭാഷയും എന്ന ഭാഗത്തേക്ക് പോവാം. ആവശ്യമായ വിവരങ്ങൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാധ്യമത്തിലൂടെ തൽക്ഷണം ലഭ്യമാകുന്നതും പരസ്പര സന്ദർഭത്തിലൂടെ പ്രതിവിവരം നൽകാൻ കഴിയുന്നതും പൂർണ്ണ പങ്കാളിത്ത സ്വഭാവമുള്ളതുമായ മാധ്യമങ്ങളെ നവമാധ്യമങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്താണ് നവമാധ്യമങ്ങൾ എന്നുള്ളത് ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ആവശ്യമായ വിവരങ്ങൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാധ്യമത്തിലൂടെ നമുക്ക് തൽക്ഷണം ലഭ്യമാകുന്നതും പരസ്പര സന്ദർഭത്തിലൂടെ പ്രതിവിവരം നൽകാൻ കഴിയുന്നതും പൂർണ്ണ പങ്കാളിത്ത സ്വഭാവമുള്ളതുമായിട്ടുള്ള മാധ്യമങ്ങളെ, മീഡിയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നവമാധ്യമങ്ങൾ എന്ന് വിളിക്കുക. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയുള്ള പരസ്പര വിനിമയം ഇല്ലാത്തിടത്തോളം കാലം, ഈ ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ പരസ്പര വിനിമയം ഇല്ലാത്തിടത്തോളം കാലം ടെലിവിഷനുകള്, ഫീച്ചർ ഫിലിം, മാഗസീനുകള്, പുസ്തകങ്ങള് മുതലായവ നവമാധ്യമങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉൾപ്പെടുത്താനാവില്ല. സോഷ്യൽ നെറ്റ്വർക്ക്, അതായത് ട്വിറ്റർ, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയവ, ബ്ലോഗുകൾ, വിക്കിപീഡിയകൾ മുതലായവയും സമാന സ്വഭാവമുള്ള മാധ്യമങ്ങളും നവമാധ്യമങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയാം. അതിലൊക്കെ എന്തുണ്ട്? കൃത്യമായിട്ട് നമുക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാനും വിവിധ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനുമുള്ള സാഹചര്യം അതിലൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് സോഷ്യൽ നെറ്റ്വർക്കിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്റർനെറ്റ് അധിഷ്ഠിത വിവര സാങ്കേതിക വിദ്യയിലൂടെ തത്സമയ വിവര കൈമാറ്റവും വിവരം നൽകലുമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത്. ഇന്റർനെറ്റിൽ അധിഷ്ഠിതമായ വിവര സാങ്കേതിക വിദ്യയിലൂടെയുള്ള തത്സമയ വിവര കൈമാറ്റവും അതേപോലെ പ്രതിവിവരം നൽകലുമാണ് എന്തിലൂടെ? സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത്. വിജ്ഞാന നിർമ്മാണവും കൈമാറ്റവും ആശയ സംവാദങ്ങളും അഭിപ്രായ സർവേകളും ക്യാമ്പയിനുകളും സിനിമ, പുസ്തക നിരൂപണങ്ങളും എന്നുവേണ്ട മറ്റുള്ളതെല്ലാം മറ്റുള്ളവരോട് തുറന്നു പറയാനും പങ്കുവെക്കാനുമുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, എന്ത് കാര്യങ്ങളും എന്താണ്, നമുക്ക് ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കൂടെ നിന്നിട്ട് തന്നെ എന്താണ്, നമുക്ക് പറയാനുള്ള ഏത് കാര്യവും പറയാനുള്ള ഒരു വേദിയായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. ഇന്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണ്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് തുടങ്ങിയവയിലൂടെ ഒരു വ്യക്തിക്ക് വീട്ടിലോ ഓഫീസിലോ യാത്രാവേളയിലോ ലോകത്തെവിടെയുള്ള വ്യക്തികളുമായിട്ടും സൗഹൃദം പങ്കുവെക്കാനും ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടും ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട്. ഇനി ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയുടെ ആദിമ രൂപമായി 1994 രൂപം കൊണ്ട ജിയോ സിറ്റിസിനെ വിശേഷിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ആദിമ രൂപമായിട്ട് നമുക്ക് 1994 രൂപം കൊണ്ടുള്ള ഈ ജിയോ സിറ്റീസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഉപയോക്താവിന് സ്വന്തം നിലയ്ക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവസരം ഈ ജിയോ സിറ്റീസ് നൽകിയിരുന്നു. 1997 6degrees.com പ്രവർത്തനം ആരംഭിച്ചു. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യക്തികൾക്ക് സ്വന്തം പ്രൊഫൈൽ നിർമ്മിക്കാനും സുഹൃത്തുക്കളെ ലിസ്റ്റ് ചെയ്യാനുള്ള അവസരം 6degrees.comന് നൽകിയിരുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥികളായ ലാറി പേജും സർ ജിബ്രാനും 1998 ഗൂഗിൾ ആരംഭിച്ചപ്പോൾ ഇന്റർനെറ്റിന്റെ ലോകത്ത് അതെന്തായി? പുതിയൊരു അധ്യായമായിട്ട് മാറി. ഗൂഗിള് തുടങ്ങിയിട്ടുള്ളത് ലാറി പേജും സർ ജിബ്രിനും ആയിരുന്നു എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. പിന്നീട് വിഖ്യാത പോപ്പ് താരം ജസ്റ്റിൻ ടിംബർലേക്കിന്റെ നേതൃത്വത്തില് 2003 ആഗസ്റ്റിൽ MySpace.com നിലവിൽ വന്നതോടെ
ഗൂഗിളിനെ മറികടന്നുകൊണ്ട് അമേരിക്കയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിച്ച വെബ്സൈറ്റ് ആയിട്ട് പിന്നെ അതെന്ത് ചെയ്തു മാറി. 2004 ജനുവരിയിൽ ഗൂഗിൾ ഒർക്കൂട്ട് എന്ന ഇത് ആരംഭിച്ചു. വൻ പ്രചാരം നേടിയ ഒർക്കൂട്ട് കുറച്ചുകാലം ലോകം അടക്കിവാണു. അപ്പോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ചരിത്രത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2004 ഫെബ്രുവരിയിൽ ഹവാർഡ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായിട്ടുള്ള മാർക്ക് സക്കർബർഗ്, എഡ്വാർഡോ സാവറിൻ, ഡസ്റ്റിൻ മോസ്കോവിറ്റ്സ്, ക്രിസ് ഹ്യൂഗ്സ് എന്നിവർ ചേർന്ന് ഫേസ്ബുക്ക് ആരംഭിച്ചു. ഈ ഒരു ഫേസ്ബുക്കിന്റെ വരവോടെ സോഷ്യൽ മീഡിയയ്ക്ക് പുത്തൻ ഉണർവുണ്ടായി. 2005 ഫെബ്രുവരി 14 സ്റ്റീവ് ചെൻ, ചാൾസ് ഹാർലി, ജാവേദ് കരീം എന്നിവർ ചേർന്ന് യൂട്യൂബ് ആരംഭിച്ചതോടെ വീഡിയോ സ്ട്രീമിംഗ് സോഷ്യൽ മീഡിയ എന്ന ആശയത്തിന് തുടക്കമാവുകയും ഇത് വൻ തരത്തിലുള്ള ജനപ്രീതി നേടുകയും ചെയ്തു. 2006 മാർച്ചിൽ എന്ത് ചെയ്തു? ജാക്ക് ഡോർസി ട്വിറ്റർ ആരംഭിച്ചു. ട്വീറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്റർനെറ്റ് SMS ആണ് ട്വിറ്റർ എന്ന് നമുക്ക് പറയാം. സ്കൈപ്പ്, യാഹു, ഗൂഗിൾ ടോക്ക് എന്നിവയിലൂടെ അംഗങ്ങൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് നടത്താനും പരസ്പരം കണ്ട് സംസാരിക്കാനുമുള്ള അവസരവും ലഭിക്കുകയും കൂടി അവിടെ ചെയ്തു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഫേസ്ബുക്കും അതിന്റെ വിദ്യാഭ്യാസ സാധ്യതകളെ കുറിച്ചുമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഏതാണ്ട് 100 കോടി അംഗങ്ങളാണ് ഫേസ്ബുക്കിലുള്ളത്. ഫേസ്ബുക്കിലുള്ളത് ഏകദേശം എത്ര അംഗങ്ങളാണ്? 100 കോടി അംഗങ്ങളാണ്. മാർക്ക് സുക്കർബർഗ് തന്റെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഒരുമിക്കാനുള്ള വേദി എന്ന നിലയിലാണ് ഫേസ്ബുക്ക് നിർമ്മിച്ചത്. അപ്പോൾ ഈ മാർക്ക് സക്കർബർഗ് എന്ന് പറയുന്ന വ്യക്തി തന്റെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഒരുമിക്കാനുള്ള ഒരു വേദി എന്ന നിലയിലാണ് ഈ ഫേസ്ബുക്ക് നിർമ്മിച്ചത്. ഇന്ന് ഫേസ്ബുക്കിന് അനന്തമായിട്ടുള്ള സാധ്യതകളാണ് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ ടെലി സാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്റർനെറ്റ് കണക്ഷനുകളുടെ കാര്യത്തിലും നമ്മുടെ കേരളം എന്തല്ല, ഒട്ടും പിന്നിലല്ല. ഈ അനുകൂല സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചയും സെമിനാറുകളൊക്കെ എന്താണ് സംഘടിപ്പിക്കാവുന്നതാണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് എന്ന യൂട്യൂബിന്റെ ആശയം ലോകത്തെ ആകെ ഇളക്കി മറിച്ച ഒന്നാണ്. ഇപ്പോ നമ്മുടെ യൂട്യൂബിന്റെ പ്രധാനപ്പെട്ട ഒരാശയമായിരുന്നു ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് എന്നുള്ളത്. വിനോദത്തിനും വിജ്ഞാനത്തിനും കൗതുകത്തിനുമപ്പുറം ഒരു പഠന സാമഗ്രിയായും യൂട്യൂബിനെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, വിജ്ഞാനത്തിന് ഉപയോഗിക്കാം, കൗതുകത്തിന് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ ഒരു പഠന സാമഗ്രിയായിട്ടും നമുക്ക് യൂട്യൂബിനെ ഉപയോഗിക്കാം. സാധ്യതയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചെറിയ ഡോക്യുമെന്ററികൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാൻ അധ്യാപകർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും കഴിയണം. രജിസ്റ്റർ ചെയ്ത ആർക്കും 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു രജിസ്ട്രേഷൻ മുഖേന 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പുകൾ യൂട്യൂബിൽ എന്ത് ചെയ്യാം? എല്ലാ മനുഷ്യർക്കും അപ്ലോഡ് ചെയ്യാം. ഇതുവരെ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോകൾ മുഴുവൻ കണ്ടു തീർക്കാൻ ഒരു വ്യക്തിക്ക് 1450 വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ യൂട്യൂബിൽ എന്തുണ്ട്? അത്രയും കണ്ടന്റുകൾ ഉണ്ട്. ഓരോ മിനിറ്റിലും 72 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളാണ് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ അവിടെ നമ്മൾ ഓർത്തിരിക്കുക. ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ യൂട്യൂബ് ഏറെ പ്രയോജനപ്പെടുത്താൻ കഴിയും. യൂട്യൂബ് വിദ്യാഭ്യാസ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നതാണ് നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതും. അടുത്തതായിട്ട് ട്വിറ്റർ ആണ്. നമ്മളിപ്പോ ഇതിനെ എക്സ് എന്നാണ് വിളിക്കുന്നത്. എലോൺ മസ്ക് വാങ്ങിയതിന് ശേഷം ഇതിനെ എക്സ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട്.
ലോകത്തിലെ ഏറ്റവും വലിയ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായാണ് ഇന്ന് ട്വിറ്റർ വിശേഷിപ്പിക്കപ്പെടുന്നത്. വെബ് SMS എന്നൊരു വിശേഷണവും നമ്മുടെ ട്വിറ്ററിനുണ്ട്. 140 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന സന്ദേശങ്ങളാണ് ഈ ഒരു ട്വിറ്ററിന്റെ പ്രത്യേകത. ട്വീറ്റ്സ് എന്നാണ് ഇത്തരം സന്ദേശങ്ങൾ അറിയപ്പെടാറുള്ളത്. ദിവസവും 3.5 കോടി സന്ദേശങ്ങളാണ് ട്വിറ്റർ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന 10 വെബ്സൈറ്റുകളിൽ ഒന്നായിട്ട് നമുക്ക് ട്വിറ്ററിനെ കാണാൻ പറ്റും. ദൈനംദിന ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ സന്ദേശം അയക്കാം എന്നുള്ളതാണ് ഈ ഒരു ട്വിറ്ററിന്റെ പ്രത്യേകത. സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി എല്ലാ ആളുകൾക്കും ട്വിറ്റർ ഉപയോഗിക്കാം, ട്വീറ്റും ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ പേജുമായി കൂട്ടിയിണക്കപ്പെട്ടവർക്ക് നിങ്ങളുടെ ട്വിറ്റർ സന്ദേശം എത്തുന്നതായിരിക്കും. വിശദമായ ഒരു പോസ്റ്റ് നിങ്ങളുടെ ബ്ലോഗിലോ വെബ്സൈറ്റിലോ നൽകി അതിന്റെ വെബ് വിലാസം ഹൈപ്പർ ലിങ്കായി നൽകി പോസ്റ്റിന്റെ കാര്യം എന്ത് ചെയ്യാൻ പറ്റും? അറിയിക്കാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിനെ കുറിച്ചാണ്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ആശയവിനിമയ സംവിധാനമാണ് വാട്സപ്പ്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു ആശയവിനിമയ സംവിധാനമാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ബന്ധം ഉപയോഗിച്ചാണ് ഈ ഒരു വാട്സപ്പ് പ്രവർത്തിക്കുന്നത്. ലേഖന സന്ദേശം കൂടാതെ ചിത്രങ്ങള്, വീഡിയോകള്, ശബ്ദ സന്ദേശങ്ങൾ മുതലായവയെല്ലാം ഇതിലൂടെ കൈമാറാൻ വേണ്ടിയിട്ട് സാധിക്കും. 2009 അമേരിക്കക്കാരായ ബ്രയാൻ ആക്ടൺ, ജാൻ ക്യൂം എന്നിവർ ചേർന്നാണ് ഈ വാട്സപ്പ് വികസിപ്പിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായും സൗജന്യമായിട്ട് ഉപയോഗിക്കാം. ഫേസ്ബുക്കും ഗൂഗിളും ചെയ്യുന്ന പോലെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ വാട്സപ്പ് ശേഖരിക്കുന്നില്ല. വിദ്യാർത്ഥികൾക്ക് അധിക വിഭവങ്ങൾ ശേഖരിക്കുന്നതിനും അത് പങ്കുവെക്കുന്നതിനും പഠന സാമഗ്രികൾ അധ്യാപകർക്കിടയിൽ പരസ്പരം കൈമാറുന്നതിനും രക്ഷിതാക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവരുമായി ബന്ധം പുലർത്തുന്നതിനും ഇന്ന് വാട്സപ്പ് വ്യാപകമായിട്ട് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടെലഗ്രാമിനെ കുറിച്ചാണ്. ഒരു ക്ലൗഡ് അധിഷ്ഠിത ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സേവനമാണ് ടെലഗ്രാം എന്ന് നമുക്ക് കാണാൻ കഴിയും. ആൻഡ്രോയിഡ്, വിൻഡോസ് മുതലായ മൊബൈൽ പ്ലാറ്റ്ഫോമിലും വിൻഡോസ്, ന്യൂ ലിനക്സ് എന്നീ ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോമുകളിലും ടെലഗ്രാം ലഭ്യമാണ്. ഫോട്ടോകള്, വീഡിയോകള്, സ്റ്റിക്കറുകള്, ഡോക്യുമെന്റേഷൻ തുടങ്ങി ഏത് തരത്തിലുള്ള ഫയലും നമുക്ക് ടെലഗ്രാമിലൂടെ കൈമാറാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു ആപ്പ് ആയിരിക്കും ടെലഗ്രാം. ഇനി അടുത്തതായിട്ട് ഇൻസ്റ്റഗ്രാം ആണ്. സൗജന്യമായി ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കുന്നതിന് വേണ്ടി 2010 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ഉപയോക്താക്കൾക്ക് ഫോട്ടോ എടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇൻസ്റ്റാഗ്രാമിൻ്റെതടക്കമുള്ള നിരവധി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനും ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് നവമാധ്യമങ്ങളിലെ ഭാഷയെക്കുറിച്ചാണ്. ആത്മപ്രകാശനത്തിന്റെ ഉപാധിയാണല്ലോ ഭാഷ. നമുക്കറിയാം, നമ്മുടെ സെൽഫ് ആയിട്ടുള്ള നമ്മുടെ പ്രകടനത്തിന്റെ ഒരു ഉപാധിയായിട്ട് നമുക്ക് ഭാഷയെ കാണാം. നവമാധ്യമങ്ങൾ അതിനുള്ള വഴി എന്ത് ചെയ്യുന്നുണ്ട്? സുഗമമാക്കുന്നുണ്ട്. ആത്മപ്രകാശനം എന്നത് സാഹിത്യരചനയോ അല്ലെങ്കിൽ സാമൂഹിക വൈയക്തിക പ്രശ്നങ്ങൾക്കുമേലുള്ള പ്രതികരണമോ ഒക്കെ ആവാം. ഭാഷാജ്ഞാനം എത്രത്തോളം ആർജിച്ചിട്ടുണ്ട് എന്നത് ഇത്തരം കാര്യങ്ങളുടെ സൃഷ്ടിയിൽ എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കണം. സാമൂഹിക വിമർശനത്തിന്റെ ഉപാധിയായി ഭാഷ മാറുന്ന കാഴ്ചയാണ്
നവമാധ്യമ രംഗത്തുള്ളത്. ഒരു സാമൂഹിക വിമർശനത്തിന്റെ ഉപാധിയായിട്ട് ഭാഷ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാമൂഹിക പ്രശ്നങ്ങളിൽ സ്വന്തം നിലപാടറിയിക്കാൻ ട്രോളുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇന്ന് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ചലച്ചിത്ര രംഗങ്ങളോ രാഷ്ട്രീയ സംഭവങ്ങളോ പശ്ചാത്തലമായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ചുരുങ്ങിയ വാക്കുകളിൽ ധ്വനിപ്രധാനമായി സംഭവങ്ങൾ പറയാനുള്ള കഴിവ് ഇതിനെപ്പോഴും ആവശ്യമുണ്ട്. വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലെ ഔചിത്യവും ഭാഷയുടെ വ്യംഗ്യാവിഷ്കരണ ശക്തിയും ഇതില് പ്രധാനമാണ് എന്നുള്ളതും കൂടെ തിരിച്ചറിയാം. വീഡിയോകൾക്ക് ശബ്ദം നൽകുക എന്നത് സാങ്കേതിക വിദ്യ പരിചയമുള്ള ആർക്കും സാധിക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ വീഡിയോകൾക്ക് ശബ്ദം നൽകുക എന്നത് ഒരു ചെറിയ സാങ്കേതിക വിദ്യ പരിചയമുള്ള ആർക്കും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഭാഷാ സ്വാധീനം ഇല്ലാത്തവർക്ക് പോലും വിവരണങ്ങൾ നൽകി കാണുന്നുണ്ട് നമ്മൾ ഇന്ന്. ഉച്ചാരണ പിശക്, ശബ്ദ ക്രമീകരണമില്ലായ്മ, വാക്യഘടനയിലെ പ്രശ്നങ്ങൾ എന്നിവ കൂടി പരിഹരിച്ച് നല്ല ഭാഷ ഉപയോഗിച്ചാൽ ഇതിന്റെ സാധ്യത വളരെ വർദ്ധിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ശുഭദിനം, സുപ്രഭാതം തുടങ്ങി ഏത് അവസരത്തിനുമുള്ള ആശംസകൾ അറിയിക്കുവാനും ധാരാളം ആശംസാ ചിത്രങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇവയിലെ ഭാഷ മിക്കപ്പോഴും വൈകാരിക തലത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളവയായിരിക്കും. നല്ല ഭാഷാ സ്വാധീനമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ആശംസകൾ തയ്യാറാക്കാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. ഇങ്ങനെ സർഗാത്മകതയുടെ വിവിധ തലങ്ങളിലൂടെ കടന്നുപോകുന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവ പ്രകാശനം ചെയ്യാനും ആസ്വദിക്കാനും ഇടം ലഭിക്കുമ്പോൾ നവമാധ്യമങ്ങളിലൂടെ നമ്മുടെ ഭാഷയും സാങ്കേതിക വിദ്യയും കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി ബ്ലോഗിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി തന്നെ സ്വയം അവന്റെ കണ്ടന്റുകൾ പുറത്ത് പബ്ലിഷ് ചെയ്യാണ്. അതുകൊണ്ട് അവനവൻ പ്രസാധകനാകുന്ന ഒരു തലത്തിൽ നമുക്ക് ബ്ലോഗിനെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് കഴിയും. ബ്ലോഗുകൾ അവ എഴുതപ്പെടുന്ന കാലത്തിന്റെ മറുപുറമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. മറ്റാരാലും പറയാത്തത്, കാണാതിരിക്കുന്നത്, രേഖപ്പെടുത്താത്തത്, വൈവിധ്യമേറിയ അനവധി വിഷയങ്ങൾ രചന നടത്തുന്ന ധാരാളം ആളുകളുടെ ഒരു അപ്രഖ്യാപിത സാമൂഹ്യ മേഖലയാണ് ബ്ലോഗുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് കഴിയും. തൽപര വിഷയങ്ങൾ ബ്ലോഗ് വായനക്കാരനെ തേടിയെത്തുന്ന സാങ്കേതികതയുടെ കാലവുമാണ് ഇന്ന്. ബ്ലോഗുകളുടെ നിർമ്മിതി ബദൽ മാധ്യമങ്ങൾ എന്ന നിലയിലാണ്. പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഉള്ളടക്കത്തിന്റെ റീച്ചബിലിറ്റി, സെർച്ചബിലിറ്റി എന്നീ ഘടകങ്ങൾ. ഉള്ളടക്കം ജനശ്രദ്ധയിൽപ്പെടുന്നതോടെ ബ്ലോഗ് സർവീസുകളും സെർച്ച് എഞ്ചിനുകളും മനുഷ്യ ഇടപെടലില്ലാതെ സാങ്കേതികമായി അനലൈസ് ചെയ്ത് ഉള്ളടക്കത്തിന് നൽകപ്പെടുന്ന പ്രസക്തി ഇതിന്റെ ഒരു ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ബ്ലോഗ് ഒന്ന് വൈറലായി കഴിഞ്ഞാൽ അത് സർവീസുകളിലും സെർച്ച് എഞ്ചിനുകളും മനുഷ്യ ഇടപെടലില്ലാതെ തന്നെ സാങ്കേതികമായിട്ട് അത് അനലൈസ് ചെയ്ത് ഉള്ളടക്കത്തിന് അത് നല്ല രീതിയിലുള്ള പ്രസക്തി നൽകും. ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, സഹമാധ്യമങ്ങൾ, മറ്റു ബ്ലോഗുകൾ എന്നിവയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിഭവങ്ങളിലേക്കുള്ള ഹൈപ്പർ ലിങ്കുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. ഉള്ളടക്കം ഇത്തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയസ്രോതസ്സാകുന്നത് മൂലം ലഭ്യമാകുന്ന ക്രോഡീകരണം എന്നിവ ബ്ലോഗ് ഉൾപ്പെടുന്ന ഇന്റർനെറ്റ് മാധ്യമങ്ങൾക്ക് പരമ്പരാഗത മാധ്യമങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആർജവും അതേപോലെ തന്നെ സംവേദനക്ഷമതയും ലഭ്യമാക്കുന്നുമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാം. ബ്ലോഗുകൾ എഴുത്തുകാരനെ സംബന്ധിച്ച് തങ്ങളുടെ ജീവനുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ഒരു രചയിതാവ് ഒരു പുസ്തകം പുറത്തിറക്കുന്നത് പോലെ തന്നെയാണ് ഒരാളുടെ ബ്ലോഗുകൾ.
അവിടെ എഴുത്ത് ഒറ്റപ്പെട്ട ഒരു പ്രക്രിയയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. വായന ഒരു സമൂഹ കലയായിട്ട് അവിടെ മാറുന്നു. തികച്ചും ജൈവികമായ ചുറ്റുപാടുകളിൽ എഴുത്തുകാരൻ തന്റെ ഉള്ളിലേക്ക് ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. വായനയും എഴുത്തും അതിജീവനം പോലെ തുടർച്ചയാവുകയും ചെയ്യുന്നു. ബ്ലോഗ് ക്രിയാത്മക വായനയുടെ ഇടനിലം കൂടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓരോ പുതിയ ബ്ലോഗുകളെ ജൈവികമായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന വളർച്ചയാണ് ആ ഒരു വളർച്ചയുടെ തുടർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു ബ്ലോഗിന്റെ സാധ്യതകളെ കുറിച്ചാണ്. ഇന്റർനെറ്റിൽ സൗജന്യമായി ലഭ്യമാവുന്ന വെബ് പേജിലൂടെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ സ്വതന്ത്രവും മൗലികവുമായ ആശയപ്രകടനങ്ങൾ നടത്തുന്ന മാധ്യമ രീതിയാണ് ബ്ലോഗിംഗ്. അപ്പൊ നമുക്ക് ഇന്റർനെറ്റിൽ സൗജന്യമായിട്ട് ഒരു വെബ് പേജ് ലഭ്യമാവുകയാണ്. അതിൽ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ സ്വതന്ത്രമായും മൗലികമായും ആശയപ്രകടനങ്ങൾ, അതായത് നമ്മുടെ അഭിപ്രായങ്ങൾ നടത്തുന്ന ഒരു മാധ്യമ രീതിയാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും അപഗ്രഥനങ്ങളും വ്യക്തിഗതമായ നിരീക്ഷണങ്ങളുമാണ് മുഖ്യമായും ബ്ലോഗിൽ ഉണ്ടാവുക. അപ്പോൾ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും അതേപോലെ അപഗ്രഥനങ്ങളും വ്യക്തിഗതമായ നിരീക്ഷണങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ ഉണ്ടാവുക. 1997 പീറ്റർ ജോൺ ബാർഗർ ആണ് വെബ് ബ്ലോഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബ്ലോഗ് എന്ന പദം വെബ് ബ്ലോഗ് എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ബ്ലോഗിന്റെ വ്യൂഹത്തെ ബ്ലോഗോസ്ഫിയർ എന്ന് വിളിക്കുന്നു. പരസ്പരം ബന്ധപ്പെട്ട ഒരു ബ്ലോഗിന്റെ വ്യൂഹത്തെ ബ്ലോഗോസ്ഫിയർ എന്നാണ് വിളിക്കുക. ബ്ലോഗിംഗ് നടത്തുന്നവരെ ബ്ലോഗർമാർ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ബ്ലോഗിൽ പ്രസിദ്ധീകരിക്കുന്ന ആശയങ്ങളെ അല്ലെങ്കിൽ വിവരങ്ങളെ നമ്മൾ ബ്ലോഗ് പോസ്റ്റ് എന്നാണ് പറയാറുള്ളത്. ഏകീകൃതമായ യൂണിക്കോഡ് ഫോണ്ടുകൾ നമ്മുടെ മലയാളത്തിൽ ലഭ്യമായതോടെ മലയാള ബ്ലോഗുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രചാരത്തിലെത്താൻ തുടങ്ങി. രാഷ്ട്രീയം, സാംസ്കാരികം, കാർട്ടൂൺ, പാചകം, യാത്രാവിവരണം, സിനിമാ നിരൂപണം, പുസ്തക നിരൂപണം തുടങ്ങി വിഷയവൈവിധ്യം കൊണ്ട് മികച്ചതാണ് നമ്മുടെ മലയാളം ബ്ലോഗുകള്. സ്വന്തം സർഗസൃഷ്ടികൾ പോലും ഇന്ന് ബ്ലോഗ് വഴി വായനക്കാരിലെത്തിക്കുന്ന ആളുകളുണ്ട്. തൃശൂർ കറണ്ട് ബുക്സ് പുസ്തകമായി പ്രസിദ്ധീകരിച്ച കൊടകര പുരാണം ആണ് മലയാളത്തിലെ ആദ്യ മലയാളം ബ്ലോഗ് പുസ്തകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇമെയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ലളിതമായ രീതിയിൽ ബ്ലോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. blogger.com, wordpress.com തുടങ്ങിയവ പ്രധാനപ്പെട്ട സൗജന്യ ബ്ലോഗ് സേവനദാതാക്കളാണ്. blogger.com ഗൂഗിൾ നിയന്ത്രണത്തിലുള്ളതാണ്. കൂട്ടത്തിൽ ഏറ്റവും പ്രചാരമുള്ള ബ്ലോഗർ എന്നുള്ളത്. ബ്ലോഗ് നിർമ്മിക്കുന്നതിന്റെ ആദ്യപടി മേൽപ്പറഞ്ഞ ഏതെങ്കിലും സേവനദാതാക്കളിൽ രജിസ്റ്റർ ചെയ്ത് യൂസർ ID, പാസ്വേഡ് എന്നിവ ഉണ്ടാക്കുക എന്നതാണ്. അപ്പൊ നമുക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ബ്ലോഗ് പോസ്റ്റ് ഈ blogger.comലോ അല്ലെങ്കിൽ wordpress.com പോലെയുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഒരു ID ഉണ്ടാക്കലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത നമ്മുടെ അക്കൗണ്ടിൽ കടന്ന് നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ 3-4 ക്ലിക്കിൽ നമുക്ക് ബ്ലോഗ് നിർമ്മിക്കാൻ വേണ്ടി കഴിയും. മലയാളത്തിൽ ബ്ലോഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്ന നിരവധി ബ്ലോഗുകൾ നമുക്ക് കാണാൻ കഴിയും. ബ്ലോഗിൽ ലോഗിൻ ചെയ്ത് നമുക്ക് സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. മറ്റൊരാൾ തയ്യാറാക്കിയ ബ്ലോഗ് വായിക്കുന്നതിന് ആ ഒരു ബ്ലോഗിന്റെ വിലാസം മാത്രം മതി. ഇതിലൂടെ നമുക്ക് ആ ബ്ലോഗിന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം കൂടി അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. ഇനി മലയാളം വിക്കിപീഡിയ സംരംഭങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ജനകീയവും
സ്വതന്ത്രവുമായ ഒരു ഓൺലൈൻ വിജ്ഞാനകോശ സംരംഭമാണ് വിക്കിപീഡിയ. വിക്കിപീഡിയ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനകീയവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു ഓൺലൈൻ വിജ്ഞാനകോശ സംരംഭമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ എന്താണ് വിക്കി എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വലിയ സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവർക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും നീക്കം ചെയ്യാനും മാറ്റവും വരുത്താനുമുള്ള സ്വതന്ത്രവും സൗകര്യവും നൽകുന്ന വെബ്സൈറ്റുകളാണ് വിക്കി. അപ്പോൾ നമുക്ക് വലിയ സാങ്കേതിക പരിജ്ഞാനമൊന്നുമില്ല, എന്നിരുന്നാൽ പോലും നമുക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും വിവരങ്ങൾ നീക്കം ചെയ്യാനും സ്വതന്ത്രവും സൗകര്യവും നൽകുന്ന വെബ്സൈറ്റുകളാണ് ഈ വിക്കി എന്ന് പറയുന്നത്. ലളിതമായ കമ്പ്യൂട്ടർ ഭാഷ ഉപയോഗിച്ചാണ് വിക്കിയിലെ താളുകൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാൻ വേണ്ടി സാധിക്കും. വിക്കി പേജുകൾ രചിക്കാനോ മാറ്റങ്ങൾ വരുത്താനോ വെബ് ബ്രൗസർ ഒഴികെ മറ്റൊരു സോഫ്റ്റ്വെയറും വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ആകർഷകം. അപ്പൊ നമുക്ക് ഈ ഒരു വിക്കി സൈറ്റുകളിൽ പോയിട്ട് ക്രോം ബ്രൗസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം. ഇനി വിക്കിപീഡിയ എന്തൊക്കെയാണ് എന്തൊക്കെയല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വിക്കിപീഡിയ ഒരു ഓൺലൈൻ വിജ്ഞാനകോശമാണ്. കടലാസ് വിജ്ഞാനകോശം പോലെ ഇതിന് പക്ഷേ എന്തില്ല, പതിപ്പുകളില്ല. ഓൺലൈൻ വിജ്ഞാനകോശമായതിന് തന്നെ ഇതിൽ വിഷയങ്ങളുടെ എണ്ണത്തിൽ അവസാനമുണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ ഒരു വിക്കിപീഡിയയിൽ എന്തില്ല, ഈ ഒരു വിഷയങ്ങളുടെ എണ്ണത്തിൽ ഒരു അവസാനമില്ല. 100% ശരിയായ കാര്യങ്ങൾ എന്നതിലുപരി വിജ്ഞാനകോശ സ്വഭാവമുള്ള കാര്യങ്ങളാണ് വിക്കിപീഡിയയിൽ അനുയോജ്യം. 100% ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്നതിലുപരി വിജ്ഞാനകോശ സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിക്കിപീഡിയയിൽ അനുയോജ്യമായിട്ട് ഉണ്ടാവുക. വിക്കിപീഡിയ ആർക്ക് വേണമെങ്കിലും തിരുത്താൻ പാകത്തിൽ സ്വതന്ത്രമായതിനാൽ ഒരു ലേഖനത്തിന്റെയും ഉള്ളടക്കത്തെക്കുറിച്ച് ഉറപ്പു പറയാൻ വിക്കിപീഡിയക്ക് ആവൂല. അപ്പൊ വിക്കിപീഡിയ എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും തിരുത്താൻ പാകത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ്. അതിനാൽ തന്നെ ആ ഒരു ലേഖനത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഉറപ്പു പറയാൻ ആർക്കാവില്ല, വിക്കിപീഡിയക്ക് ആവില്ല. വിക്കിപീഡിയയിലെ വിവരങ്ങൾ ന്യൂ ഫ്രീ ഡോക്യുമെന്റേഷൻ അനുസരിച്ച് എവിടെയും സ്വതന്ത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോ ഈ ഒരു വിക്കിപീഡിയയിലെ വിവരങ്ങൾ നമുക്ക് ഫ്രീ ഡോക്യുമെന്റേഷൻ അനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ആർക്കൊക്കെ വിക്കിപീഡിയയിൽ എഴുതാം എന്നുള്ളതാണ്. സ്കൂൾ കുട്ടികൾ മുതൽ ശാസ്ത്രജ്ഞന്മാർ വരെ വിക്കിപീഡിയയിൽ എഴുതാറുണ്ട്. അവരവരുടെ മേഖലയിൽ നിന്ന് എഴുതും. പ്രൈമറി ടീച്ചർ സ്കൂളിനെ പറ്റി എഴുതും, കർഷകൻ കൃഷിയെ പറ്റിയൊക്കെ എഴുതും. വിക്കിപീഡിയയിൽ എഴുതുന്നവയെല്ലാം പെർഫെക്റ്റ് ആവണം എന്ന വാശി നമുക്ക് വേണ്ട. അതിൽ പിറകെ വരുന്നവർ എന്ത് ചെയ്യും, അത് തിരുത്തുകയോ അല്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയോ ചെയ്യുന്നതാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി മലയാളം വിക്കിപീഡിയയെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അമേരിക്കൻ സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിട്ടുള്ള വിനോദ് മേനോനാണ് മലയാളം വിക്കിപീഡിയക്ക് തുടക്കമിട്ടത്. അപ്പോ നമ്മുടെ മലയാളം വിക്കിപീഡിയക്ക് തുടക്കമിട്ടത് ഈ ഒരു അമേരിക്കൻ ഗവേഷണ വിദ്യാർത്ഥിയായിട്ടുള്ള വിനോദ് മേനോനാണ്. യൂണിക്കോഡ് വന്നതോടെയാണ് ഇതിന് പ്രചാരം ലഭിച്ചത്. 2004 ഡിസംബറിലാണ് മലയാളം വിക്കിപീഡിയയിൽ 100 ലേഖനങ്ങൾ തികയുന്നത്. 2005 സെപ്റ്റംബർ മുതൽ സാങ്കേതിക കാര്യങ്ങളിൽ പിന്നീട് മറ്റു വിക്കിയിലെ പ്രവർത്തകരെ ആശ്രയിക്കാതെ മലയാളം വിക്കിപീഡിയ സ്വതന്ത്രമായിട്ട് മാറി. പിന്നീട് അനുദിനം വളരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ ഒരു മലയാളം വിക്കിപീഡിയയുടെ സഹോദര സംരംഭങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ബഹുഭാഷാ നിഘണ്ടു വിഷണറി, പഠന സഹായി ചേർക്കുന്ന വിക്കി ബുക്സ്, ജേർണലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിക്കി ന്യൂസ്, പകർപ്പവകാശ കാലാവധി കഴിഞ്ഞ പുസ്തകം ശേഖരിക്കുന്ന വിക്കി വാഴ്സിറ്റി, ചൊല്ലുകൾ ശേഖരിക്കുന്ന വിക്കി ക്വാഡ്സ് എന്നിവയൊക്കെ ഈ ഒരു മലയാളം വിക്കിപീഡിയയുടെ സഹോദര സംരംഭങ്ങളാണ്.
അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വിക്കി ഗ്രന്ഥശാലയാണ്. കഴിഞ്ഞ കാലത്തെ അമൂല്യ ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്ന വിക്കിയാണ് വിക്കി ഗ്രന്ഥശാല. നമ്മുടെ കഴിഞ്ഞ കാലത്തുള്ള അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്ന ഒരു വിക്കിയാണ് വിക്കി ഗ്രന്ഥശാല. പകർപ്പവകാശ പരിധിയിൽ വരാത്ത കൃതികൾ, അതായത് ബൈബിള്, വേദങ്ങള്, പകർപ്പവകാശ കാലാവധി കഴിഞ്ഞിട്ടുള്ള കൃതികൾ, അതായത് കേരളപാണീയം, ആശാൻ കവിതകള്, പകർപ്പവകാശത്തിന്റെ അവകാശി പൊതുസഞ്ചിയിലാക്കിയ കൃതികൾ എന്നിങ്ങനെ 3 തരം കൃതികളായിരിക്കും ഈ ഒരു വിക്കി ഗ്രന്ഥശാലയിലുള്ളത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. അടുത്തതായിട്ട് വിക്കി നിഘണ്ടുവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിർവഹണങ്ങൾ, ശബ്ദോൽപത്തികൾ, ഉച്ചാരണങ്ങൾ, മാതൃകാ ഉദ്ധരണികൾ, പര്യായങ്ങൾ, വിപരീത പദങ്ങൾ, തർജ്ജമകൾ എന്നിവയടങ്ങുന്ന ഒരു സ്വതന്ത്ര ബഹുഭാഷാ നിഘണ്ടു സൃഷ്ടിക്കാനുള്ള സഹകരണ പദ്ധതിയാണ് ഈ ഒരു മലയാളം വിക്കി നിഘണ്ടു എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി പഠന ബോധന ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ള വെബ് പോർട്ടലുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് ഈ പാഠശാലയാണ്. ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി പഠന ബോധന പ്രക്രിയയിൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ മാനവ വികസന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം NCERT നേതൃത്വത്തിൽ രൂപം കൊണ്ട പോർട്ടലാണ് ഈ പാഠശാല. നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി പഠന ബോധന പ്രക്രിയയിൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മുടെ മാനവ വിഭവ വികസന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം NCERT നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ പാഠശാല എന്ന് പറയുന്നത്. ലഭ്യമായ എല്ലാ വിദ്യാഭ്യാസ വിഭവങ്ങളും, അതായത് ടെക്സ്റ്റ് ബുക്ക്, ഓഡിയോ, വീഡിയോ, പീരിയോഡിക്കൽ, മറ്റ് വൈവിധ്യപൂർണമായ ഡിജിറ്റൽ വിഭവങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനും പ്രചരിപ്പിക്കുവാനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. കുട്ടികൾക്കും അധ്യാപകർക്കും ടീച്ചർ എഡ്യൂക്കേറ്റർമാർക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും വായനാ സാമഗ്രികളും ഈ പാഠശാല ലഭ്യമാക്കുന്നുണ്ട്. ഇതിന്റെ പോർട്ടലും ആപ്പും ഫലപ്രദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ സമഗ്ര പോർട്ടലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജ്ഞാനനിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ICT സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിനു വേണ്ടി പ്രവർത്തന രൂപരേഖകളും ഉൾപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ജ്ഞാനനിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ICT സാങ്കേതിക വിദ്യയിലൂടെ ഒരു പ്രവർത്തന അധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായിട്ടുള്ള വിധത്തിൽ നമ്മുടെ ഡിജിറ്റൽ പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിനു വേണ്ടി പ്രവർത്തന രൂപരേഖകളും ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പോർട്ടലായിട്ടാണ് നമുക്ക് സമഗ്ര പോർട്ടലിനെ കാണാൻ കഴിയുക. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ അക്കാദമിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും കൃത്യതപ്പെടുത്തുകയും സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ച് നിരന്തരം നവീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമായിട്ടാണ് ഈ ഒരു സമഗ്ര പോർട്ടലിനെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. പാഠാസൂത്രണം, വിനിമയം, മൂല്യനിർണ്ണയം, മോണിറ്ററിംഗ് തുടങ്ങി എല്ലാ പാഠ്യപദ്ധതി പ്രവർത്തനങ്ങളും സമഗ്രയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാഠാസൂത്രണം, വിനിമയം, മൂല്യനിർണ്ണയം, മോണിറ്ററിംഗ് തുടങ്ങി എല്ലാ പാഠ്യപദ്ധതി പ്രവർത്തനങ്ങളും ഈ ഒരു സമഗ്രയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവായി സമഗ്രയിൽ നൽകുന്ന ആസൂത്രണ മാതൃകകൾക്കപ്പുറം അധ്യാപകർ സർഗാത്മകമായി തയ്യാറാക്കുന്ന പാഠാസൂത്രണങ്ങൾ, റിസോഴ്സുകൾ എന്നിവ പോർട്ടലിലൂടെ പങ്കുവെക്കാനുള്ള അവസരവും ഇതിൽ നൽകുന്നുണ്ട് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സഹായക വിഭവങ്ങൾ
റഫറൻസ് ലിങ്കുകൾ, അസൈൻമെന്റുകൾ, സെമിനാർ പേപ്പറുകളുടെയും സ്വന്തമായി തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളുടെയും സാഹിത്യകൃതികളുടെയും പ്രസിദ്ധീകരണം, സ്വയം വിലയിരുത്തലിനും പരസ്പര വിലയിരുത്തലിനും വേണ്ടിയുള്ള സാമഗ്രികളും മുതലായവയൊക്കെ ഇതിലുണ്ട്. ഇതിനായി സമഗ്ര പോർട്ടലിൽ ഒരു സ്റ്റുഡന്റ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമായ മൂഡിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. സമഗ്രയിലെ വിഭവങ്ങൾ കാണാനും ആവശ്യമായവ ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് കഴിയും. കൂടാതെ അധ്യാപകർക്കും വിദഗ്ധർക്കും ലോഗിൻ ചെയ്ത് വിഭവങ്ങൾ ഉൾപ്പെടുത്താനുള്ള ഒരവസരം കൂടി ഈ ഒരു സമഗ്ര പോർട്ടലുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. ഇങ്ങനെ നിരവധി വെബ് പോർട്ടലുകൾ ഉണ്ട്. അതുപോലെ പഠന വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുമുണ്ട്. അവ കണ്ടെത്തി ഭാഷാബോധന പ്രക്രിയക്കായി പ്രയോജനപ്പെടുത്താൻ വേണ്ടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സഹായക ഗ്രന്ഥങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഈ ഒരു സഹായക ഗ്രന്ഥം കൂടി ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതോടുകൂടി 3ാം സെമസ്റ്ററിലെ മലയാളം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത് എടുക്കേണ്ടത് ഏതാണ് എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായമായിട്ട് പറയാവുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം ഞാൻ ആരംഭിക്കുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക.